ശ്രീല മാം നമസ്കാരം. സിദ്ദിഖ് ഇപ്പോൾ ഒളിവിലാണ്, പക്ഷേ ഇപ്പോൾ ഫോണുകൾ ഓണായിട്ടുണ്ട്. ഫുൾ ബിസി എന്നാണ് പറയുന്നത്. 2 ഫോണുകളും ആലുവ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് എന്ന് പറയുന്നു. ഇന്നലെ കോടതി വളരെ രൂക്ഷമായ വിമർശനമാണ് സിദ്ദിഖിനെതിരെ ഉന്നയിച്ചത്. അതായത് സിദ്ദിഖിൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് ലൈംഗിക അവയവം ഉപയോഗിച്ച് സിദ്ദിഖ് ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. സർക്കാരിനെയും അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. സത്യത്തിൽ സിദ്ദിഖിനെ രക്ഷപ്പെടുത്താൻ ഒരു ഒളിച്ചുകളി നടക്കുന്നുണ്ടോ? ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടി വരും. കാരണം ഇന്നലെ സിദ്ദിഖുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ കോടതിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഏതാണ്ട് ജാമ്യാപേക്ഷ തള്ളുമെന്ന് എനിക്ക് അടക്കം ഉറപ്പുണ്ടായിരുന്ന ഒരു കാര്യമാണ്. കാരണം ആ കേസിന്റെ കാര്യങ്ങൾ കേട്ടാൽ, അതിൽ ബലാത്സംഗ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആ വിഷയം സംബന്ധിച്ച് നോക്കിയാൽ ഈ കേസിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള മറ്റു കേസുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാമ്പുള്ള ഒരു കേസ് നമുക്ക് തോന്നുന്ന ഒരു കേസ് ഈ കേസ് മാത്രമായിരുന്നു. ബാക്കിയുള്ള കേസുകളിലൊക്കെ ഒന്നുകിൽ ചോദിച്ചുവെന്നോ, ശരീരം ചോദിച്ചുവെന്നോ, അല്ലെങ്കിൽ കയറി പിടിച്ചുവെന്നോ ഒക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. മുകേഷിനെതിരെ ഉയർന്നത് ബലാത്സംഗ ആരോപണമായിരുന്നുവെങ്കിൽ ആ പരാതിക്കാരി തന്നെ വന്ന് വിശദീകരിക്കുന്ന കേട്ടപ്പോൾ തന്നെ നമുക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നു. അതുകൂടാതെ അതെന്താണെന്ന് കോടതിയെ ധരിപ്പിക്കാനും മുകേഷിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചില എവിഡൻസുകൾ കോടതിക്ക് മുന്നിലേക്ക് മുകേഷ് ഹാജരാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ ഈ സിദ്ദിഖിന്റെ ആരോപണത്തിൽ മാത്രം, സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണത്തിൽ മാത്രമാണ് കുറച്ചെങ്കിലും നമുക്ക് ഒരു വിശ്വാസ്യത തോന്നുമായിരുന്നത് എന്ന് നമുക്ക് സംശയം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള കേസുകൾ വിശ്വാസ്യത ഇല്ല എന്നല്ല, പക്ഷെ എങ്കിൽ പോലും പലപ്പോഴും ചാനലുകാരോടും മറ്റും സംസാരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് ഇടയ്ക്കൂടെ ഒക്കെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം ഈ കേസ് അല്പം ഗൗരവമുള്ളതാണ് എന്ന് തന്നെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഗൗരവമുള്ള ഒരു കാര്യം കോടതിയിലേക്ക് വരുമ്പോൾ, മുൻകൂർ ജാമ്യ ഹർജിയുമായി വരുമ്പോൾ, മുൻകൂർ ജാമ്യ ഹർജി ഒരുപക്ഷെ അത് തള്ളിപ്പോകുമെന്ന് ഈ നിയമം അറിയുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്. മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ളത്. അത് മനസ്സിലാക്കുന്ന സമയത്ത് ഇന്നലെ എവിടെ ഉണ്ടായിരുന്നു സിദ്ദിഖ് എന്ന് ട്രേസ് ചെയ്യേണ്ട ഒരു ബാധ്യത അത് കേരളത്തിലെ പോലീസിനുണ്ടായിരുന്നു. കേരളത്തിലെ പോലീസ് അത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ കണ്ടതാണ്, ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം, ബാലചന്ദ്രകുമാർ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ദിലീപിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ഉൾപ്പെടെ, ദിലീപിന്റെ വീട് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ജാമ്യം നിഷേധിച്ചാൽ ദിലീപിനെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി ട്രേസ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും പോലീസ് കാവൽ നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ ആ ഒരു എന്തോ ഒരു തരത്തിലുള്ള ഒരു ധൃതിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യമോ സിദ്ദിഖിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടെ സിദ്ദിഖുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ ആ പെൺകുട്ടി വന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ പെൺകുട്ടിയെ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായി. ആ പെൺകുട്ടി അത്തരത്തിലൊരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറയുന്നത് പോലെ അത് ചൈനയിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി അവിടെ നിന്ന് പുറത്താക്കിയതാണെന്നൊക്കെയുള്ള ആരോപണമാണ് പുറത്തു വരുന്നത്. അത്തരം ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിന് അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അത് അല്ലെങ്കിൽ കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കോടതിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായാലും അതിനെ ശിക്ഷിക്കേണ്ടതാണ്. ആ വിഷയങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നു, ഇതൊന്നും ഒരു സ്ത്രീയെ മറ്റൊരു രീതിയിൽ ആക്രമിക്കാനുള്ള ഒരു കാരണമായി നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇവിടെ യഥാർത്ഥത്തിൽ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന പോലീസിന്റെ, അല്ലെങ്കിൽ പോലീസ് ആ വിഷയം പറഞ്ഞോ എന്നറിയില്ല, ഏതായാലും ആ വാദം സിദ്ദിഖിനെ പോലീസിന്റെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഒരു കേസിന് മുമ്പോട്ടുള്ള പോക്കിൽ അതിൽ എങ്ങനെയാണ് തെളിവ് ശേഖരിക്കുക എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇവിടെ മറ്റുള്ള കേസുകളിലൊക്കെ അത്തരത്തിലുള്ള സാധ്യതകൾ ഇല്ലതാനും. കാരണം മറ്റുള്ള കേസുകളൊക്കെ നമ്മൾ കണ്ടതാണ്, ചോദ്യം ചെയ്താൽ തന്നെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യണമെന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് മറ്റു കേസുകളിലൊക്കെ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ മുകേഷിനെ ഇന്നലെ ഒരു അറസ്റ്റ് ചെയ്തു വിട്ടയക്കുന്ന സ്ഥിതി ഉണ്ടായി. മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു മുൻകൂർ ജാമ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അതൊരു പ്രൊസീജിയർ മാത്രമാണ്, അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ അതൊരു വലിയൊരു ഗൗരവം, അറസ്റ്റ് ചെയ്തു എന്നുള്ളതിനൊരു വലിയ ഗൗരവമൊന്നുമില്ല. സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യം കിട്ടുന്ന എല്ലാവരെയും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാറുണ്ട്. അത് അതിന്റെ പ്രൊസീജിയറാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഈ പരാതി ഉയരുന്ന ഘട്ടം, ആ പരാതി വളരെ ഗൗരവമുള്ള പരാതിയാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് അതിൽ ചില തെളിവുകൾ അല്ലെങ്കിൽ നിർണായകമായ സൂചനകൾ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അത് ചില ഘട്ടങ്ങളിലെങ്കിലും ഒത്തുവരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒത്തുവരുന്നത് കൊണ്ട് തന്നെയാണ് ഈ കേസിൽ കൃത്യമായി തന്നെ ഒരു നിലപാടിലേക്ക് കോടതി പോയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കോടതി ഇപ്പൊ മനസ്സിലാക്കുന്നത് മുൻകൂർ ജാമ്യ ഹർജിയുമായി വീണ്ടും സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖ് പോകുന്നുവെന്നാണ്. പെൺകുട്ടിയും തടസ്സ ഹർജിയുമായി പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഏതായാലും ഈ സുപ്രീം കോടതിയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ പെൺകുട്ടിക്ക് കൂടി സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. ഈ പെൺകുട്ടിക്ക് വേണ്ടി എത്ര രൂപ ആ പെൺകുട്ടിക്ക് ചിലവാകും? ആ പെൺകുട്ടി തന്നെയാണോ അതോ പോലീസാണോ ഈ വിഷയത്തിൽ തടസ്സ ഹർജിയുമായി പോകുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കാണേണ്ടതാണ്. കേരള സർക്കാരാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു തടസ്സ ഹർജിയുമായി പോകേണ്ടത്. പെൺകുട്ടിയും പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നതാണ്. മാത്രമല്ല പെൺകുട്ടി ചില ഗൗരവപരമായ കാര്യങ്ങൾ കൂടി സമൂഹത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് താൻ കൊടുത്ത മൊഴികൾ പലപ്പോഴും പുറത്തു വരുന്നുണ്ട്. ആ മൊഴികൾ പ്രകാരം പല കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങൾ പുറത്തു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ സിദ്ദിഖിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ കേരളത്തിലെ സിദ്ദിഖിനെ എന്ന് മാത്രം പറയാൻ കഴിയില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ സിദ്ദിഖ് എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. ഇനി പുറത്തു വരാനിരിക്കുന്ന പേര് കൂടി മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ആരെയാണ് കൃത്യമായി സംരക്ഷിക്കാൻ ശ്രമിച്ചതെന്നതിന്റെ ഒരു കൃത്യമായ രൂപം നമുക്ക് പുറത്തു വരികയുള്ളൂ. എങ്കിലും ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ഈ സർക്കാർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഈ നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ ഇപ്പോ സിദ്ദിഖിനെക്കാട്ടിൽ കൂടുതൽ ഗുരുതരമായ ആരോപണം ഉയർന്നു നിൽക്കുന്നത് സർക്കാരിനെതിരെയാണ്. അതിവിടെ ആരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. സർക്കാരിന്റെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതുമായി ബന്ധപ്പെട്ട് വളരെ നിശ്ചിതമായ വിമർശനം സർക്കാരിന്റെ എതിരെ കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് ആദ്യമായിട്ടൊന്നുമല്ല കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ ആ ആരോപണങ്ങളൊന്നും കേരളത്തിലെ സർക്കാർ കാര്യമായി എടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇവിടെ വലിയ രീതിയിലുള്ള ഒരു തെറ്റ് പോലീസിന് സംഭവിച്ചിട്ടുണ്ട്. പോലീസ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് ഇന്നലെ ജാമ്യാപേക്ഷ അവിടെ വരുമ്പോൾ തന്നെ ജാമ്യം നിഷേധിച്ചാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇയാൾ എവിടെയാണ്, ഇയാളെ കസ്റ്റഡിയിൽ എടുക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുന്നൊരുക്കം നടത്തേണ്ടതായിരുന്നു. ആ മുന്നൊരുക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് ഗൗരവകരമായ തെറ്റ് തന്നെയാണ്. ഇത് ദിലീപിനെ കൊടുക്കാനായി ഒരു കോക്കസ് പുറത്തുണ്ട്. അവരുടെ പേരുകളൊക്കെ ഉടൻ പുറത്തു വരും എന്നൊക്കെ ചില ദിലീപിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് നമ്മൾ കേട്ടു. അത്തരത്തിൽ ഈ സിദ്ദിഖിനെ കൊടുക്കാനായി അങ്ങനെ ആരെങ്കിലും ശ്രമിക്കും? കാരണം ഇനി അത്തരത്തിലുള്ള വാദങ്ങളാകും ചിലപ്പോൾ ഈ പിടിക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ സിദ്ദിഖ് പറയുന്നത് എന്നത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അല്ല, സിദ്ദിഖിനോട് യഥാർത്ഥത്തിൽ വൈരാഗ്യമുള്ളവരുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖ് ജയിലിൽ പോയി ദിലീപിനെ കാണുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അന്ന് മുതൽ തന്നെ സിദ്ദിഖ് ആരോപണം നിഴലിലാണ്. എന്നാൽ ഈ വിഷയത്തിൽ എത്ര ഗൗരവകരമായി പോലീസോ അല്ലെങ്കിൽ ഇപ്പോ പരാതിക്കാരി ഇടപെടണമെന്ന് പറയുമ്പോൾ മറ്റു പരാതികളിലൊന്നും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ പെൺകുട്ടി സുപ്രീം കോടതിയിലേക്ക് തടസ്സ ഹർജിയുമായി പോകുമെന്ന് പറയുമ്പോൾ മറ്റെല്ലാ കാര്യത്തിലും ജാമ്യം നിഷേധിച്ചപ്പോൾ തന്നെ അപ്പീൽ പോകണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മുകേഷിന്റെ കാര്യത്തിൽ ജാമ്യം നിഷേധിച്ചപ്പോൾ തന്നെ അപ്പീൽ പോകേണ്ടതിന്. അപ്പീൽ പോയാലും വലിയ ഗുണമൊന്നും ഈ കേസിൽ മെറിറ്റിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സ്ത്രീ ഉന്നയിച്ച ആരോപണങ്ങൾ, ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോ ആ സ്ത്രീ ഇപ്പോ അതായത് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീ ഇപ്പോ ജാമ്യ ഹർജിയുമായി പോയിരിക്കുകയാണ്. കാരണം അവരുടെ ബന്ധത്തിൽ തന്നെ പെട്ട ഒരു ചെറിയ പെൺകുട്ടി ആ പെൺകുട്ടിയെ മറ്റു സിനിമാക്കാർക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചു അടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന സ്ത്രീയാണ്. മാത്രമല്ല അവർ ആദ്യഘട്ടത്തിൽ സമ്മതിച്ചില്ലെങ്കിലും മുകേഷ് പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാണെന്ന് അവർ രണ്ടാം ഘട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട്. പണം ചോദിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ, അവർ 2 തവണ പീഡിപ്പിക്കപ്പെട്ട ഒരാളോട് പണം ചോദിച്ചു. അത് മാത്രമല്ല തന്നെ അവിടെ കൊണ്ടുപോവുകയും പിന്നെ തന്റെ അനുവാദമില്ലാതെ ശരീരത്ത് കയറി പിടിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയതാണെന്നും പിന്നീട് നിരന്തരമായി അയാളുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ അതിലൊരു അസ്വാഭാവികത സാധാരണക്കാരന് തോന്നും. കാരണം ഇത്രയധികം ഗുരുതരമായി ഇത്രയധികം വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു പുരുഷനോട് പിന്നീട് ബന്ധം വെക്കുക, ഞങ്ങൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടെന്ന് പറയുക, അത് അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയാണെന്ന് പറയുക, അതിനുശേഷം പണം ചോദിക്കുക, ആ പണം ചോദിക്കുമ്പോൾ പണം നൽകാതിരുന്നതാണോ ഒരു പക്ഷേ ഈ കേസിലേക്ക് നയിച്ച കാര്യങ്ങളെന്നൊക്കെയുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് ഒരു പക്ഷേ മുകേഷിന് അടക്കമുള്ളവർക്ക് ജാമ്യം കിട്ടുന്ന സ്ഥിതി ഉണ്ടായത്. ആ ജാമ്യം നിഷേധിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നും കഴിയില്ലെങ്കിലും മറ്റ് മേൽക്കോടതികളിലേക്ക് ജാമ്യത്തിന് പോകാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ആ ജാമ്യവുമായി ബന്ധപ്പെട്ട ഒരു സാധ്യത കൂടി ഒരു നിയമത്തിന്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. ഇപ്പോ മുകേഷിന് ആ കാര്യത്തിൽ ഒരു ആനുകൂല്യം കിട്ടിയെന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ആ ആനുകൂല്യം മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ സിദ്ദിഖ് അടക്കമുള്ളവർക്ക് കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ സിദ്ദിഖിനോട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ സിദ്ദിഖുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. സിദ്ദിഖിനെ ദിലീപിനുമായി ബന്ധപ്പെടുത്തിയും ദിലീപുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിലും ഒക്കെ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ സിദ്ദിഖിനോട് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന കാര്യം നമ്മൾ കാണാതിരുന്നുകൂടാ. അത്തരത്തിലുള്ള ചില സാധ്യതകളുണ്ട്. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടി അത്തരത്തിൽ ഉള്ള ഒരു ആരോപണമാണോ ഉന്നയിച്ചത് അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുള്ളതാണോ എന്നൊക്കെ കണ്ടെത്തേണ്ടത് കോടതിയാണ്. യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ മെറിറ്റിലേക്കൊന്നും കടന്നിട്ടില്ലെങ്കിൽ പോലും പ്രഥമ ദൃഷ്ട്യ ചില കാര്യങ്ങൾ ഇതിലുണ്ട് എന്ന് ബോധ്യമായപ്പോഴാണല്ലോ കോടതി അത്തരത്തിൽ ജാമ്യം നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായത്.
അതുകൊണ്ട് ഇപ്പോ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ കേസിന്റെ മെറിറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ കൂടുതൽ കടക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഈ ഘട്ടത്തിലില്ല. അത് ബാക്കിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഏതായാലും ഇപ്പോ സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് പോയിരിക്കുകയാണ് സിദ്ദിഖ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സിദ്ദിഖിന്റെ ഫോൺ ഓൺ ആണെങ്കിൽ, ഇനിയിപ്പോ പോലീസ് പറയുന്നത് ഫോൺ ഓൺ ആണെങ്കിൽ എവിടെ നിന്ന് ഓൺ ആയാലും പിടിക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി ഈ ഫോൺ ഓൺ ആക്കുന്നതും അല്ലെങ്കിൽ ഈ ഫോൺ ഉപയോഗിക്കുന്നതും സിദ്ദിഖ് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. കാരണം ആൾക്കാരെ വഴിതെറ്റിക്കാൻ വേണ്ടി സിദ്ദിഖിന്റെ ഫോൺ എവിടെയെങ്കിലും ഉപയോഗിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അത്തരത്തിൽ സിദ്ദിഖിന്റെ ഫോൺ ഉപയോഗിക്കുന്നതാണോ എന്നറിയില്ല. ഇപ്പൊ ഫോൺ ബിസി ആണെങ്കിലും വിളിച്ചാൽ കിട്ടണമെന്നൊന്നുമില്ല. ഫോൺ എവിടെയെങ്കിലും ഓൺ ആയാൽ അതിന്റെ കൃത്യമായ ലൊക്കേഷൻ എടുക്കാൻ പോലീസുകാർക്കും സൈബർ സെല്ലിനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പൊ അതൊരു ന്യായമൊന്നുമല്ല, അതൊരു ന്യായമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അവസാനമായി ഒരു ചോദ്യം കൂടി. ഒരു ആലുവ കേന്ദ്രീകരിച്ചാണ് ഈ സിദ്ദിഖുമായുള്ള അന്വേഷണം നടക്കുന്നത് എന്ന് പറയുന്നു. ആലുവ കേന്ദ്രീകരിച്ചെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ജനപ്രിയ നായകൻ്റെ വീട് അവിടെയാണ്. ഈ ദിലീപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദിലീപിനോടൊപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിന്നത് സിദ്ദിഖാണ്. അപ്പോൾ സിദ്ദിഖിനെ ദിലീപ് ഒളിപ്പിച്ചു എന്നുള്ള ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുമുണ്ട്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, എനിക്ക് ആ വിഷയത്തിൽ അത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയധികം കേസിൽ പെട്ട് കിടക്കുന്ന ദിലീപിനെ പോലുള്ള ഒരാൾ ഒരിക്കലും ദിലീപിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ദിലീപുമായി ബന്ധപ്പെട്ടോ ഒന്നും ദിലീപ് അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ ദിലീപ്. ഇത്തരം ഒരു കേസിൽപ്പെട്ട ഒരാളെ കൂടി ഒളിപ്പിക്കുക വഴി വീണ്ടും ഒരു ക്രൈമിലേക്ക് ഇടപെടാനോ, അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ കുറെ വർഷങ്ങളായി 5-8 വർഷങ്ങളായിട്ട് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഘട്ടത്തിൽ പല രീതിയിൽ ദിലീപിനെതിരെ പല ആരോപണങ്ങളും വന്നു. പക്ഷെ ഈ ആരോപണങ്ങളിൽ ഒന്നും തന്നെ ഒരു തരത്തിലും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദിലീപിനെ കുരുക്കാനോ പിന്നീടുണ്ടായ ഒരു ആരോപണങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. അത് ദിലീപ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ആ വിഷയത്തിൽ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട് പലരും പറയുന്നത് ദിലീപ് പണം കൊടുത്തു, അവർക്ക് കൊടുത്തു, ഇവർക്ക് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപ് അത്തരത്തിലുള്ള യാതൊരു ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ കഴിഞ്ഞ കാലഘട്ടങ്ങളൊന്നും നടത്തിയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പോലീസിന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോ ദിലീപിന്റെ കേസിലാണെങ്കിൽ വലിയ തരത്തിലുള്ള പുകമറ പലപ്പോഴും സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ദിലീപിന് ഇപ്പൊ പ്രതിയായതുകൊണ്ട് വന്ന് ഇതൊന്നും ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. ഇനി ആരെങ്കിലും ദിലീപിന് വേണ്ടി സംസാരിച്ചാൽ അവർക്ക് പണം വാങ്ങി സംസാരിക്കുകയാണ് എന്നാണ് ബൈജു കൊട്ടാരക്കര അടക്കമുള്ളവർ പറയുന്നത്. ഒരു ഘട്ടത്തിൽ എന്നെ പോലും പറഞ്ഞിരുന്നു. സത്യത്തിൽ ദിലീപിനെ എനിക്ക് യാതൊരു പരിചയവുമില്ല. ഒരിക്കൽ പോലും ജീവിതത്തിൽ ആകെ ഒരു ദിവസം ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഇങ്ങനെ പാസിംഗ് ആയി കണ്ടിട്ടുള്ളതല്ലാതെ ദിലീപുമായി യാതൊരു പരിചയവുമില്ലാത്ത എന്നെ പോലും ഞാൻ വാർത്ത ചെയ്യുന്നത് ദിലീപിന്റെ ഇത് പണം വാങ്ങിച്ചിട്ടാണെന്ന തരത്തിലുള്ള ധ്വനി പോലും അയാൾ ചാനലിൽ പണം തന്നിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അത്തരത്തിൽ. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സിദ്ദിഖിനും ആലുവയിൽ വീടുണ്ട് എന്നാണ്. പടമുകളിലോ ആലുവയിലോ ആ ഭാഗത്ത് എവിടെയോ ഒരു വീടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വീട് കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചോ ഒക്കെ ആയിരിക്കും അന്വേഷണം നടത്തുക. പക്ഷെ ആ സ്ഥലത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോ ഒരു പക്ഷേ അവിടെ നിന്നൊക്കെ എപ്പോഴോ ഇന്നലെ രാവിലെ തന്നെ ഈ ജാമ്യം നിഷേധിച്ചു എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിന്റെ തലേന്നേ പോയിട്ടുണ്ടാകും. ഇപ്പൊ രാമപിള്ള എന്ന് പറയുന്ന ഒരു അഭിഭാഷകന് വളരെ കൃത്യമായ കാര്യങ്ങൾ അറിയുന്ന ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് അറിയാം ഇതിൽ വലിയ രീതിയിലുള്ള മെറിറ്റില്ലെന്നോ അല്ലെങ്കിൽ ഇപ്പൊ പുറത്തു പറഞ്ഞില്ലെങ്കിലും ഈ അഭിഭാഷകർക്കൊക്കെ കാര്യം അറിയാവുന്നേ. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ജാമ്യം കിട്ടില്ല എന്ന സ്ഥിതി വന്നപ്പോൾ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചിലപ്പോൾ കേരളം പോലും വിട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് ഇന്ത്യ പോലും വിട്ടുപോയിട്ടുണ്ടാകാനുള്ള സാധ്യതകൾ പോലും ഉണ്ട്. അപ്പോ ജാമ്യം സുപ്രീം കോടതിയിലൂടെ കണ്ടസ്റ്റ് ചെയ്ത ശേഷം വരാമെന്നുള്ള ഒരു ധാരണയിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യവും ഉണ്ടാകാം. അതുകൊണ്ട് ഇപ്പൊ സിദ്ദിഖ് എറണാകുളത്ത് തന്നെ ഇരിക്കുന്നു എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ആലുവ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് അത് ദിലീപിലേക്ക് പോകേണ്ട കാര്യവുമില്ല. അത്തരത്തിലൊരു വിഡ്ഢിത്തരം ദിലീപ് ഈ ഘട്ടത്തിൽ കാണിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു കാൽക്കുലേഷൻ അങ്ങനെയാണ്. വളരെ നന്ദി മാം.